പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് മറന്നു പോകും. ഈ റെക്കോർഡ് നമ്മൾ മാനുവലായിട്ട് ഇവിടുന്ന് ഓൺ ചെയ്യണം എല്ലാ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഗുഡ് മോർണിംഗ് ടു ആൾ. ഞാൻ പറഞ്ഞു ഈ ഒരു മൊഡ്യൂളിൽ നമ്മളിതിനെ എടുക്കാൻ പോകുന്ന ടോപ്പിക്സ് ഒക്കെ ഫുള്ള് തിയറിയാണ്. അതായത് കൺസെപ്റ്റ് ഉണ്ട്, ഇനി അടുത്തൊരു ഫാറ്റിക്, ഫ്രാക്ചർ, ക്രീപ്പ് ഒക്കെ വരുന്നുണ്ട്. അതിലൊക്കെ നമ്മൾ കൺസെപ്റ്റാണ്. പക്ഷേ ഈ സ്റ്റീൽ, അലോയ്സ്, കാസ്റ്റ് അയൺ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ ജസ്റ്റ് തിയറി ആണ്. തിയറി മീൻസ് നമുക്ക് ഇതിൻ്റെ കോമ്പോസിഷൻ ഒക്കെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് എക്സാമിന് കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അപ്പം അത് നിങ്ങൾ പഠിക്കുന്ന ഒരു ലെവൽ അനുസരിച്ചിട്ട് ഉണ്ടാവും അതിന് നിങ്ങൾ സ്കോർ ചെയ്യുന്ന മാർക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ കാസ്റ്റ് അയൺ ആണ്. കാസ്റ്റ് അയൺ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ഈ കാസ്റ്റ് അയണിൻ്റെ ഈ കാര്യങ്ങൾ ഞാൻ ഇന്ന് തന്നെ നിങ്ങൾ ഇതിൻ്റെ സ്ലൈഡ് ഞാൻ തരും. ഇപ്പോൾ ഈ കാസ്റ്റ് അയണും ഇതുവരെ ഇന്ന് എടുക്കുന്ന ക്ലാസ്സിൻ്റെ സ്ലൈഡ് ഞാൻ ലിൻവേസിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട, നാളത്തേക്ക് ഞാൻ തരുന്ന 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. ആ ക്വസ്റ്റ്യൻസ് നാളത്തേക്ക് ഒന്ന് പഠിച്ചിട്ട് വരണം. അതിലൊന്ന് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് കാസ്റ്റ് അയൺ ആയിരിക്കും. അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ അതൊന്ന് പഠിച്ചിട്ട് വരിക. ഇതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം നിങ്ങളെ അടുത്ത സീരീസ് വരാനായി. ഫസ്റ്റ് സീരീസിൻ്റെ മാർക്ക് എല്ലാവർക്കും അറിയാം, കുറവാണ് മാർക്ക് കിട്ടിയത്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വരും അടുത്ത ക്ലാസ്സിലേക്ക്. ഓക്കെ, ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ ഇന്നലെ നോക്കി. നമ്മൾ അതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ എത്തിനല്ലേ. കാസ്റ്റ് അയൺസ് ആർ ജനറലി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദി structure, the metallurgical structure and appearance. So different factors also, we have already discussed different factors: carbon content, presence of other elements, cooling rate, heat treatments. So these are the different factors which influence the cast iron during its formation. അതിൻ്റെ സ്ട്രക്ചറിനെയും അതിൻ്റെ അപ്പിയറൻസിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സാണ്. സോ അവിടുത്തെ ക്ലാസിഫിക്കേഷൻ ഞാൻ പറഞ്ഞു, ജനറലി അത് 4 ടൈപ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത് അല്ലേ. ഗ്രേ കാസ്റ്റ് അയൺ, ഡക്റ്റൈൽ കാസ്റ്റ് അയൺ, വൈറ്റ് കാസ്റ്റ് അയൺ, മാലബിൾ കാസ്റ്റ് അയൺ. സോ ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എക്സാമിന് ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എസ് എ ടൈപ്പ് ആയിട്ട് ചോദിക്കാം 10-12 മാർക്കിന് കാസ്റ്റ് അയണും അതിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷനും. ഇല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഷോർട്ട് ആൻസർ ടൈപ്പ് ആയിട്ട് ഗ്രേ കാസ്റ്റ് അയൺ, അതിൻ്റെ പ്രോപ്പർട്ടീസ് ആൻഡ് അപ്ലിക്കേഷൻ, ഡക്റ്റൈൽ കാസ്റ്റ് അയൺ, അതിൻ്റെ പ്രോപ്പർട്ടീസ് ആൻഡ് അപ്ലിക്കേഷൻ, അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. സോ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മാർക്ക് ചെയ്ത് വെച്ചു ഇപ്പോൾ തന്നെ. അഗെയിൻ ഇത് കൂടാണ്ട് റോട്ട് അയൺ, നിങ്ങൾ ടെസ്റ്റ് നോക്കിയാൽ റോട്ട് അയൺ, അലോയ് കാസ്റ്റ് അയൺ, അങ്ങനെ കുറച്ച് കാസ്റ്റ് അയൺസിൻ്റെ ടൈപ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദി അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം. സോ നമുക്കറിയാം ഈ ഡയഗ്രാം എന്താണ്, അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാമാണ്. ഇതിൻ്റെ കാസ്റ്റ് അയൺ റേഞ്ച് ഏതാണ്? 0 to 2.14% കാർബൺ കണ്ടന്റ് വരുമ്പോൾ വി വിൽ ഗെറ്റ് സ്റ്റീൽ. ഓക്കെ, so more than 2.14% carbon, that means up to 6.67% carbon we will get cast iron. So അതിൽ തന്നെ 3 to 4.5 അല്ലെങ്കിൽ 3.5 to 4.5 അല്ലെങ്കിൽ 3 to 4.5% കാർബൺ വരുന്ന ദാറ്റ് കാസ്റ്റ് അയൺ ഈസ് കൊമേഴ്ഷ്യലി യൂസ്ഡ്. അതിനാണ് കൊമേഴ്ഷ്യൽ കാസ്റ്റ് അയൺ റേഞ്ച് പറയുന്നത്. നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാം, ആ ഒരു റേഞ്ചാണ് കൊമേഴ്ഷ്യൽ കാസ്റ്റ് അയൺ റേഞ്ച്. അപ്പോൾ ഈ ഒരു റേഞ്ചാണ് കൊമേഴ്ഷ്യൽ കാസ്റ്റ് അയൺ റേഞ്ച് പറയുന്നത്. ഇത്രയും ഭാഗത്തിൽ കാസ്റ്റ് അയൺ നമുക്ക് കൊമേഴ്ഷ്യലായിട്ട് അവൈലബിൾ ഉള്ളത്, അല്ലെങ്കിൽ കൊമേഴ്ഷ്യലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാസ്റ്റ് അയൺ. ഓക്കെ, പക്ഷെ നമ്മളെ തിയററ്റിക്കലി നമുക്ക് കാസ്റ്റ് അയൺ ഈ 2.4 തൊട്ടിട്ട് അത്രയും ഭാഗം നമുക്ക് എന്താണ് കാസ്റ്റ് അയൺ റീജിയൻ ആണ്. ഓക്കെ, കാസ്റ്റ് അയൺ റീജിയനാണ് കൂടുതൽ ലിക്വിഡ് റീജിയൻ നമുക്ക് കിട്ടുന്നത്. അതായത് എന്താ മനസ്സിലാക്കേണ്ടത്, ഇറ്റ് ക്യാൻ ബി ഈസിലി മെൽറ്റഡ് ആൻഡ് ഈസിലി കാസ്റ്റഡ് അറ്റ് എ ലോവർ ടെമ്പറേച്ചർ വെൻ കമ്പയർഡ് ടു സ്റ്റീൽ. സോ അതുകൊണ്ടാണ് കാസ്റ്റ് അയൺ എന്നുള്ള പേര് വന്നത്. അതുകൊണ്ട് കാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഷേപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ കാസ്റ്റ് അയൺ എന്നുള്ളത് ബ്രിട്ടിൽ മെറ്റീരിയലാണ്. അത് ബ്രിട്ടിൽ ആയതുകൊണ്ട് ഇത് മോസ്റ്റ് ഈസി ഫാബ്രിക്കേഷൻ പ്രോസസ് ഈസ് കാസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ 2 സോൺ കാണിക്കുന്നുണ്ടല്ലേ, സോൺ 1 ആൻഡ് സോൺ 2. സോൺ 1-ലും ഫോം ചെയ്യുന്ന കാസ്റ്റ് അയണും സോൺ 2-ൽ ഫോം ചെയ്യുന്ന കാസ്റ്റ് അയണാണ് കാണിക്കുന്നത്. നമുക്കറിയാം ഇതൊരു വലിയ ഫിഗർ ആണ്. ഇതിൻ്റെ താഴത്തെ ഭാഗം ഞാൻ അടുത്ത സ്ലൈഡിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഡയറക്ഷൻ താഴേക്ക് വരയ്ക്കുന്നത് കാണാം അല്ലേ. ഇവിടെ 2 ലൈൻ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇവിടെ 2 ലൈൻ ഉണ്ട്. ആ ലൈനാണ് അടുത്ത ഫിഗറിൽ. അപ്പോൾ ആ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പോകുന്ന എവിടെയാണ്? ഇതിലേക്കാണ് പോകുന്നത്. ഡിഫറെൻറ്റ് സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാം അല്ലേ. സോ അതിൽ നമുക്ക് കാണാൻ എന്താണ് സോൺ 1, സോൺ 2. ഓൾറെഡി സോൺ 1, സോൺ 2 ഞാൻ കാണിച്ചു തന്നു. സോൺ 1 എന്ന് പറഞ്ഞാൽ ഈ അപ്പർ പാർട്ടാണ്, സോൺ 2 ദ ലോവർ പാർട്ട്. സോൺ 1 ആൻഡ് സോൺ 2 കാണിക്കുന്നുണ്ട് ഇവിടെ അല്ലേ. അതുപോലെ നോക്കിയേ, ഇപ്പോൾ കാണിക്കുന്ന ഒരു ഗ്രേ ബാൻഡ് ഉണ്ടല്ലോ, കൊമേഴ്ഷ്യൽ റേഞ്ച് ഓഫ് കാസ്റ്റ് അയൺ.
കൊമേഴ്ഷ്യൽ റേഞ്ച് ഓഫ് കാസ്റ്റ് അയൺ നമ്മൾ അവിടെ നിന്നാണ് താഴേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ രണ്ടാമത്തെ ലൈൻ കാണിക്കുന്നത്, അതായത് രണ്ടാമത്തെ ലൈൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെൻ വി ആർ ആഡിങ് മെഗ്നീഷ്യം ഓർ സീറിയം ടു കാസ്റ്റ് അയൺ. മെഗ്നീഷ്യം അല്ലെങ്കിൽ സീറിയം നമ്മൾ കാസ്റ്റ് അയണിലേക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ചേഞ്ച് ആണ് രണ്ടാമത്തെ ലൈൻ കാണിക്കുന്നത്. ഫസ്റ്റ് ലൈൻ കാണിക്കുന്നത് കാസ്റ്റ് അയണിന്റെ ഡിഫറെന്റ് മൈക്രോ സ്ട്രക്ചർ. സെക്കൻഡ് ലൈനും മൈക്രോ സ്ട്രക്ചർ തന്നെയാണ് കാണിക്കുന്നത്, പക്ഷേ വെൻ വി ആർ ആഡിങ് ദീസ് അലോയിങ് എലമെന്റ്സ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം, നമുക്കറിയാം അതിൽ കുറേ നൊട്ടേഷൻസ് കാണിക്കുന്നുണ്ടല്ലേ. ജി എഫ് ഈസ് ഗ്രാഫൈറ്റ് ഫ്ലേക്സ്. ജി എഫ് റെപ്രസെന്റ് ചെയ്യുന്നത് ഗ്രാഫൈറ്റ് ഫ്ലേക്സ് ആണ്. ഇത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ആൻഡ് ജി ആർ റെപ്രസെന്റ്സ് ഗ്രാഫൈറ്റ് റോസെറ്റ്സ്. റോസെറ്റ്സ് പറഞ്ഞ ഒരു പർട്ടിക്കുലർ ഷേപ്പ് ആണ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഷേപ്പ് ആണ് റോസെറ്റ്സ്. ഒക്ടഗണൽ ഷേപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ ഒരു പർട്ടിക്കുലർ ഷേപ്പ് ആണ്, ട്രയാങ്കുലർ ഷേപ്പ്. അതുപോലത്തെ ഒരു ഷേപ്പിനാണ് റോസെറ്റ് പറയുന്നത്. നമ്മളത് വ്യൂ ചെയ്യുമ്പോൾ നമുക്കൊരു സർക്കുലർ അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടാവുക. ഗ്രാഫൈറ്റ് സ്പിറോയിഡ്സ്, സ്പെരിക്കൽ ഗ്ലോബ്യൂൾസ് രൂപത്തിൽ സ്പിറോയിഡ്സ്. ദെൻ അത് ജി എസ് റെപ്രസെന്റ് ചെയ്യുന്നത്. പി റെപ്രസെന്റിങ് പേളൈറ്റ്, ആൽഫ റെപ്രസെന്റിങ് ഫെറൈറ്റ് ആൻഡ് ഗാമ റെപ്രസെന്റിങ് ഓസ്റ്റനൈറ്റ്. നമുക്ക് അറിയുന്നതാണ്. അതിന് ഡിഫറെന്റ് സ്ട്രക്ചർ നമുക്കിവിടെ കാണിക്കുന്നുണ്ടല്ലേ. എന്തൊക്കെയാണ് കാണിക്കുന്നത്? സോൺ 1, സോൺ 2. അപ്പോൾ ഫസ്റ്റ് ആ ഗ്രേ ബാൻഡിന്റെ റീജിയണിൽ അത് കൂൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് സോൺ 1 സോൺ 2 നോക്കിയേ, ഗാമ പ്ലസ് Fe3C, ഗാമ പ്ലസ് GF, ഗാമ പ്ലസ് GF, അങ്ങനെ ഡിഫറെന്റ് മൈക്രോ സ്ട്രക്ചർ അവിടെ നമുക്ക് കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ വെനെവർ വി ആർ ഡൂയിങ് ഫാസ്റ്റ് കൂളിംഗ് വി വിൽ ഗെറ്റ് വൈറ്റ് കാസ്റ്റ് അയൺ. ഫാസ്റ്റ് കൂൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാസ്റ്റ് അയൺ ആണ് വൈറ്റ് കാസ്റ്റ് അയൺ അല്ലെ. വൈറ്റ് കാസ്റ്റ് അയൺ ആണ് ഇവിടെ കാണിക്കുന്നത്. സോ ദ മൈക്രോ സ്ട്രക്ചർ ഇസ് ഷോൺ ഹിയർ. So whenever we are going for a moderate cooling, we will get pearlitic gray cast iron. Okay. So fast cooling ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? വൈറ്റ് കാസ്റ്റ് ആണ് അല്ലേ. So whenever we are going for a moderate or slow cooling, we will get gray cast iron. നമുക്ക് കിട്ടുന്നത് ഗ്രേ കാസ്റ്റ് അയൺ ആണ്. അതിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്. മോഡറേറ്റ് കൂളിംഗ് ആണെങ്കിൽ we will get pearlitic gray cast iron. If it is slow cooling, we will get ferritic gray cast iron. Okay. ഇനി നോക്കിയ സെക്കൻഡ് പാർട്ട് നോക്കിയ ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ എന്താണ്? സെക്കൻഡ് പാർട്ട് പറയുന്നത് ഈ ഭാഗമാണ് സെക്കൻഡ് പാർട്ട്. ആ ഭാഗത്ത് നോക്കിയ മോഡറേറ്റ് കൂളിംഗ് സ്ലോ കൂളിംഗ് കാണിക്കുന്നുണ്ടല്ലേ. സോ സെക്കൻഡ് പാർട്ട് പറയുന്നത് ആഫ്റ്റർ ആഡിങ് ദിസ് അലോയിങ് എലമെന്റ് ലൈക്ക് മെഗ്നീഷ്യം, സീറിയം, അത് ആഡ് ചെയ്തതിന് ശേഷമുള്ളതാണ്. സോ ആഫ്റ്റർ ആഡിങ് ദാറ്റ് വി വിൽ ഗെറ്റ് ഡക്റ്റൈൽ കാസ്റ്റ് അയൺ. നമുക്ക് കിട്ടുന്നത് ഡക്റ്റൈൽ കാസ്റ്റ് അയൺ ആണ്. നമ്മുടെ അലോയിങ് എലമെന്റ് ആഡ് ചെയ്തതിന് ശേഷം കിട്ടുന്നത് ഡക്റ്റിലിറ്റി കൂടിയ ഒരു കാസ്റ്റ് അയൺ. So അതിൽ തന്നെ മോഡറേറ്റ് കൂളിംഗ് ആണെങ്കിൽ we will get pearlitic ductile cast iron. If it is slow cooling, we will get ferritic ductile cast iron. അപ്പോൾ നമുക്കറിയാം. ഹലോ, കേൾക്കുന്നില്ലേ? അതല്ല സർ, ഞാനിപ്പോ ഉച്ചക്ക് പോകുന്നതാണ് ഖത്തറിലേക്ക്. അപ്പോൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞത്. ഓക്കെ സർ, ഞാൻ പോട്ടെ. ഓക്കെ. താങ്ക് യു സർ. So pearlitic ductile cast iron is there, like that ferritic ductile cast iron is there. Okay, അപ്പോൾ അതിന്റെ സ്ട്രക്ചറാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് രണ്ട് മൈക്രോ സ്ട്രക്ചർ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. So again white cast iron further divide ചെയ്തിട്ടുണ്ട് താഴേക്ക്. Again white cast iron is further divided like after a process called malleabilization. After a process called malleabilization അല്ല, ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ വൈറ്റ് കാസ്റ്റ് അയൺ ആഫ്റ്റർ ദ പ്രോസസ് കോൾഡ് malleabilization നമുക്ക് എന്ത് കിട്ടും? We will get another 2 types. It is malleable cast iron. അപ്പോൾ വൈറ്റ് കാസ്റ്റ് അയൺ നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? ഫാസ്റ്റ് കൂളിംഗിലാണ് അല്ലേ. കാസ്റ്റ് അയൺ നമ്മൾ ഫാസ്റ്റ് കൂൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? വൈറ്റ് കാസ്റ്റ് അയൺ കിട്ടി. അപ്പോൾ ഇതിൻ്റെയൊക്കെ നെയിം വൈറ്റ് എന്ന് പറയാൻ കാരണം എന്താ? അതിന് വൈറ്റ് കളർ, അതിന്റെ ഫ്രാക്ചേർഡ് സർഫസ് നോക്കി അതിന് വൈറ്റ് കളറിലുകൊണ്ടാണ് അതിന് വൈറ്റ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. ഗ്രേ കാസ്റ്റ് അയൺ പറയാൻ കാരണം അതിന് ഗ്രേ കളറിലുകൊണ്ടാണ്. ഓക്കെ. ഡക്റ്റൈൽ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് ഡക്റ്റിലിറ്റി കൂടിയതുകൊണ്ടാണ്. Malleabilizing process, അതായത് വൈറ്റ് കാസ്റ്റ് അയൺ we are taking it for a malleabilization process. So we are getting malleable cast iron. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? അവിടെ നമുക്ക് ഫാസ്റ്റ് കൂളിംഗ് സ്ലോ കൂളിംഗ് ചെയ്യാം. ഫാസ്റ്റ് കൂളിംഗ്, if you are doing fast cooling, we will get pearlitic malleable cast iron. If you are going for a slow cooling process, we will get ferritic malleable cast iron. Okay, ഇതാണ് അതിന്റെ ഡിഫറെന്റ് മൈക്രോ സ്ട്രക്ചർ. 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഗ്രേ കാസ്റ്റ് അയൺ. സോ ഗ്രേ കളർ ആയിരിക്കും ഗ്രേ കാസ്റ്റ് അയൺ ഉണ്ടാവുക. Composition and microstructure. Typically, gray cast iron contains carbon in the range 2.5 to 3.5%. Okay. Gray cast iron, അപ്പോൾ നമ്മൾ പറഞ്ഞു കൊമേഴ്ഷ്യൽ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു
2.5 to 4.5 അല്ലെങ്കിൽ 3 to 4.5 ആണ് കൊമേഴ്ഷ്യൽ റേഞ്ച് പറഞ്ഞല്ലേ. സോ ഗ്രേ കാസ്റ്റ് അയൺ കണ്ടെയ്ൻസ് കാർബൺ ഇൻ ദ റേഞ്ച് ഓഫ് 2.5 to 3.5%, together with the silicon in the range of 1 to 2.8%. So silicon അതിൽ included ആണ്. Other elements like manganese, sulfur, phosphorus are also included in small amount. Okay. So carbon in gray cast iron exists in the free form as graphite flakes embedded in a matrix of alpha ferrite or pearlite. Okay, in a microstructure താഴെ കാണിക്കുന്നുണ്ട്. എങ്ങനെയുള്ളത്? അതിലെങ്ങനെയാണുള്ളത്? ഈ ഗ്രാഫൈറ്റ് ഫ്ലേക്സ് ആണ് അവിടെ ഉള്ളത് അല്ലേ? ഒരു പാളികൾ പോലെ ബ്ലാക്ക് കളർ ബാൻഡ് പോലെ നമുക്ക് താഴെ കാണുന്നുണ്ട്. അതെന്താണ്? അതൊക്കെ ഗ്രാഫൈറ്റ് ഫ്ലേക്സ് ആണ്. ഇവിടെ കാണുന്നതൊക്കെ ഗ്രാഫൈറ്റ് ഫ്ലേക്സ് ആണ്. ഓക്കെ. സോ ഈ ഗ്രാഫൈറ്റ് ഫ്ലേക്സ് എവിടെ ഉണ്ടാല്? ഒരു മെട്രിക്സിലാണ്. ഒരു മെട്രിക്സ് പറയുന്നത്, ആ മെട്രിക്സ് നമ്മൾ പറയുന്നത് എന്തിനാണ്? ഒരു ഗ്രൂപ്പ് ഓഫ് സെയിം സ്ട്രക്ചറിൽ അതിനാണ് മെട്രിക്സ് പറയുന്നത്. ആ മെട്രിക്സിലേക്ക് കുറെ ഗ്രാഫൈറ്റ് പീസസ് വെച്ച പോലെ ആയിരിക്കും അതിന്റെ സ്ട്രക്ചർ ഉണ്ടാല്. ഓക്കെ. അതിന് രണ്ട് ടൈപ്സ് സ്ട്രക്ചർ ഉണ്ടല്ലോ. എന്താണെന്ന്? ഒന്ന് പേളിറ്റിക് ഗ്രേ കാസ്റ്റ് അയൺ, രണ്ടാമത്തത് ഫെറിറ്റിക് ഗ്രേ കാസ്റ്റ് അയൺ. അതെങ്ങനെയാണ് കിട്ടിയത്? പേളിറ്റിക് ഗ്രേ കാസ്റ്റ് അയൺ we will get after moderate cooling. Ferritic gray cast iron we will get after slow cooling. Okay. So carbon in gray cast iron exists in the free form as graphitic flakes, in the form of graphitic flakes embedded in a matrix of alpha ferrite or pearlite. Okay. Moderate cooling from the austenite range leads to pearlitic matrix. Moderate cooling ആണെങ്കിൽ we will get pearlitic matrix. And if you are going for a slow cooling, we will get ferritic matrix. Slow cooling ആണ് നമുക്ക് കിട്ടുന്നത് ferritic matrix ആണ്. അപ്പോൾ ആ ഫിഗർ ആണ് താഴെ കാണിക്കുന്നത്. Due to the presence of graphite flakes, അല്ലെ, ഇവിടെ കാണുന്ന ഈ ബ്ലാക്ക് ഫ്ലേക്സ് എന്താണ്? അതൊക്കെ ഗ്രാഫൈറ്റ് ഫ്ലേക്സ് ആണ്. A fractured surface appears gray in color and hence the name. അപ്പോൾ അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ സർഫസ് നമ്മൾ നോക്കിയാൽ we will get the color will be the appearance will be gray in color. So it is named as gray cast iron. So അത് ക്ലിയർ ആയി വിചാരിക്കുന്നു. കോമ്പോസിഷൻ ആൻഡ് മൈക്രോസ്ട്രക്ചർ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കും. ഗ്രേ കാസ്റ്റ് അയണിന്റെ കോമ്പോസിഷൻ ആൻഡ് മൈക്രോസ്ട്രക്ചർ. കോമ്പോസിഷൻ പറയുമ്പോൾ അതിന്റെ കാർബൺ കണ്ടന്റ് പെർസെന്റേജ് പറയണം, അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന അതർ അലോയിങ് എലമെന്റ്സ് പറയണം, അതിന്റെ മൈക്രോസ്ട്രക്ചർ എന്താണെന്ന് പറയണം. കോമ്പോസിഷൻ ആൻഡ് മൈക്രോസ്ട്രക്ചർ ചോദിച്ചാൽ. ഓക്കെ. അപ്പോൾ മോഡറേറ്റ് കൂളിംഗ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് പേളിറ്റിക് ഗ്രേ കാസ്റ്റ് അയൺ ആണ്. സ്ലോ കൂളിംഗ് ആണ് നമുക്ക് കിട്ടുന്നത് ഫെറിറ്റിക് ഗ്രേ കാസ്റ്റ് അയൺ ആണ് അല്ലെ. ഈ പേളിറ്റിക് ഗ്രേ കാസ്റ്റ് അയൺ ആയാലും ഫെറിറ്റിക് ഗ്രേ കാസ്റ്റ് അയൺ ആയാലും അതിൽ എന്താണുള്ളത്? അതിൽ ഗ്രാഫൈറ്റ് ഫ്ലേക്സ് ആണുള്ളത് അല്ലെ. ഇൻ എ മെട്രിക്സ് ഓഫ് പേളൈറ്റ് ഓർ ഫെറൈറ്റ് ഏതാണോ ഉള്ളത് അതിന്റെ മെട്രിക്സിൽ ഈ ഗ്രാഫൈറ്റ് ഫ്ലേക്സ് ആയിട്ടാണ് ഉണ്ടാല്. ഗ്രാഫൈറ്റ് നമുക്കറിയാം, അതിന്റെ ഒരു കളർ നമുക്കറിയാം. സോ ദാറ്റ് ഫ്രാക്ചർ സർഫസിന്റെ അപ്പിയറൻസ് വിൽ ബി ഇൻ ഗ്രേ കളർ. സോ ഇറ്റ് ഈസ് നെയ്മഡ് ആസ് ഗ്രേ കാസ്റ്റ് അയൺ. ഇത്രയേ ഉള്ളൂ ഗ്രേ കാസ്റ്റ് അയണിന്റെ കോമ്പോസിഷൻ ആൻഡ് മൈക്രോസ്ട്രക്ചർ. സെക്കൻഡ്, പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രേ കാസ്റ്റ് അയൺ. എന്തൊക്കെയാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ് അല്ലെ? പ്രോപ്പർട്ടീസ് പറയുമ്പോൾ ജനറലി അതിന്റെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എല്ലാം വരും. പക്ഷെ ബേസിക്കലി നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ് സ്ട്രെസ് ചെയ്ത് നോക്കുന്നത്. ഓക്കെ. So based on the properties, we can take it for different applications. Properties നോക്കി നമുക്ക് അതിന്റെ ഡിഫറെന്റ് യൂസസ് എന്താണെന്ന് നോക്കാം. So gray cast iron is having low strength and brittle in tension. Gray cast iron is having low strength and it is brittle in tension, but strength and ductility are much higher under compressive loads. അപ്പോൾ കംപ്രസീവ് ലോഡ്സിൽ ഇതിന് കൂടുതൽ ടെൻഷൻ താങ്ങാനുള്ള കഴിവുണ്ട് ആൻഡ് ഡക്റ്റിലിറ്റി താങ്ങാനുള്ള കഴിവുണ്ട്. പക്ഷേ ടെൻസൈൽ ലോഡ്സിന്റെ കേസിൽ അതിന്റെ ഡക്റ്റിലിറ്റിയും ടെൻസൈൽ സ്ട്രെങ്ത് കുറവാണ്. ആൻഡ് ഇറ്റ് വിൽ ബി ബ്രിട്ടിൽ ഇൻ ടെൻഷൻ. ടെൻസൈൽ സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പം ബ്രിട്ടിലാണ്, ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഫ്രാക്ചറിന് സംഭവിക്കാം. ബട്ട് കംപ്രസീവ് അതിന്റെ സ്ട്രെങ്ത് കൂടുതലാണ്. ഇറ്റ് ഹാസ് ഗോട്ട് ലോ മെൽറ്റിംഗ് പോയിന്റ്, ഗുഡ് ഫ്ലൂയിഡിറ്റി. ഗുഡ് ഫ്ലൂയിഡിറ്റി എന്താണ്? നമുക്ക് കാസ്റ്റിങ്ങിന് വേണ്ട ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ് ഗുഡ് ഫ്ലൂയിഡിറ്റി. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്കൊരു ഒരു ഫേസിന്റെ ഒരു ഷേപ്പ് നമുക്ക് കാസ്റ്റ് ചെയ്തെടുക്കണം അല്ലെ. ഫേസിന്റെ ഷേപ്പ് എനിക്ക് കാസ്റ്റ് ചെയ്തെടുക്കണം. അപ്പൊ എന്താ ചെയ്യല്ലേ? എനിക്കപ്പോ ആദ്യം ഒരു ഫേസിന്റെ ഷേപ്പിന്റെ ഒരു സാധനം ഞാൻ ആദ്യം ഉണ്ടാക്കണമല്ലേ കാസ്റ്റ് ചെയ്തിട്ട്? വേണ്ട, ഒരു ഡൈ വേണ്ടേ? അപ്പൊ എനിക്ക് അതിന് ഗുഡ് ഫ്ലൂയിഡിറ്റി വേണം. കാരണം എന്താ വെച്ചാൽ എനിക്ക് എന്റെ ഫേസിന് ഷേപ്പ് കിട്ടണമെങ്കിൽ നോക്കി ആ ഉണ്ടാക്കിയ ഡൈയിലേക്ക് ഞാൻ ഏത് മെറ്റലാണോ ഒഴിക്കുന്നത്, അപ്പൊ എനിക്ക് ആ ഒരു ഫേസ് ഷേപ്പാണ്, ആ ഫേസ് ഷേപ്പിൽ എനിക്കൊരു ഒരു രൂപം കിട്ടും അല്ലെ. ശരിയല്ലേ? അങ്ങനെയാണ് നോക്കിയ നമ്മളെ നോസിന്റെ ഹോള് കൃത്യമായിട്ട് അതിൽ വരണം.
നമ്മൾ ഇയറിന്റെ ഹോൾ വരണം, കണ്ണിന്റെ ആ ഷേപ്പ് കൃത്യമായിട്ട് വരണം. അങ്ങനെ കൃത്യമായിട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന് നല്ല ഫ്ലൂയിഡിറ്റി വേണം അല്ലെ? നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന ആ ഡൈക്ക് നല്ല ഫ്ലൂയിഡിറ്റി വേണം. ആ ഡൈ സോളിഡിഫൈ ചെയ്തതിന് ശേഷമാണല്ലോ എനിക്ക് അതിന്റെ കംപ്ലീറ്റ് ഫൈനലൈസ്ഡ് ഡൈ കിട്ടുന്നത് അല്ലെ? നല്ല ഫ്ലൂയിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എല്ലാ ബുക്ക് ആൻഡ് കോൺട്രലും പോയി നിൽക്കും. ശരിയല്ലേ? ഫ്ലൂയിഡിറ്റി ഇല്ലെങ്കിലോ എനിക്ക് ചിലപ്പോൾ ആ ഡൈയിൽ ഫൈനലൈസ് കിട്ടുന്ന ഡൈ കൊണ്ട് എനിക്ക് ഫർദർ ഇതുപോലത്തെ മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ഗുഡ് ഫ്ലൂയിഡിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് ഈ കാസ്റ്റിങ്ങിന് വേണ്ടത്. ഗുഡ് കാസ്റ്റബിലിറ്റി, ഗുഡ് മെഷീനബിലിറ്റി, ഗുഡ് വെയർ റെസിസ്റ്റൻസ്, ഹൈ വൈബ്രേഷൻ ഡാമ്പിങ്. അപ്പോൾ ജനറൽ ആയിട്ട് കാസ്റ്റേൺസിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഇതൊക്കെ. സി ജനറൽ കാസ്റ്റേൺ പ്രോപ്പർട്ടീസ് എല്ലാ ഈ ടൈപ്സ് ഓഫ് കാസ്റ്റേൺ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, പക്ഷെ ഓരോ കാസ്റ്റേൺ ക്ലാസിഫിക്കേഷനും അതിൻ്റെതായ ചില ബേസിക് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. So here the grey castern has got low melting point, good fluidity, good castability, good machinability, good wear resistance, high vibration damping. ഇത് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ആണ് എല്ലാ കാസ്റ്റേൺസിനും കാണുന്ന ഹൈ വൈബ്രേഷൻ ഡാമ്പിങ്. വൈബ്രേഷൻസ് ഉണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിനാണ് വൈബ്രേഷൻ ഡാമ്പിങ് എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ അത് അങ്ങോട്ടേക്ക് പിന്നെ അതിൻ്റെ അടുത്ത സ്ട്രക്ചറിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യൂല. നമുക്കൊരു ലെയ്ത്ത് ബെഡ്, ഞാൻ പറഞ്ഞു ലെയ്ത്ത് ബെഡ്. അപ്പോൾ ലെയ്ത്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് വൈബ്രേഷൻസ് വരുന്നുണ്ട് അല്ലേ? അതൊക്കെ നമുക്ക് ഫ്ലോറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്കറിയാം, നമ്മളൊരു പമ്പ് സെറ്റ് അല്ലെങ്കിൽ ഒരു മോട്ടോർ നമ്മളൊരു ഫ്ലോർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് വൈബ്രേഷൻ ഫീൽ ചെയ്യാം അല്ലെ? റൂമിൽ വെച്ച് കഴിഞ്ഞാൽ ആ റൂമിന്റെ ജനൽ കമ്പി നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് വൈബ്രേഷൻ വരുന്നുണ്ടാവും. അങ്ങനെയാണ് വൈബ്രേഷൻ ഈസ് ട്രാൻസ്ഫറിങ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും ഇത് ഡാമ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ വി ക്യാൻ അബ്സോർബ് ഇൻ ബിറ്റ്വീൻ സംവെയർ അല്ലേ? അപ്പോൾ കാസ്റ്റേൺസിന് എന്താണ് ഈ ഒരു കഴിവുണ്ട്? ദേ ക്യാൻ ഡാമ്പ് ദിസ് വൈബ്രേഷൻ. They have high vibration damping ability. They can absorb this vibration. അപ്പോൾ അത് ഫർദർ അടുത്ത സ്ട്രക്ചറിലേക്ക് ട്രാൻസ്ഫർ ആവില്ല. ലോ ഇമ്പാക്ട് സ്ട്രെങ്ത് ആൻഡ് അതർ ഫീച്ചേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രേ കാസ്റ്റേൺ ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ് കംസ് ഇൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ലോവസ്റ്റ് എമംഗ് കാസ്റ്റേൺ. ഓക്കെ, കാസ്റ്റേൺ ഡിഫറെന്റ് കാസ്റ്റേൺസിൽ ഏറ്റവും ലോവസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഉള്ളത് ഗ്രേ കാസ്റ്റേൺ ആണ്. ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ടൈപ്പ് ഓഫ് കാസ്റ്റേൺ. ലോ cost of production is very low, so it has got wide usage. Okay, so various uses include automobile parts like cylinder block. നമുക്കറിയാം ഓട്ടോമൊബൈൽ എഞ്ചിൻ സിലിണ്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എഞ്ചിന്റെ ബേസിക്സ് പഠിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലെ? എഞ്ചിൻ സിലിണ്ടർ ബ്ലോക്ക് മാനുഫാക്ചറിങ് യൂസ് ചെയ്യുന്നുണ്ട്. സിലിണ്ടർ ഹെഡ്, അപ്പോൾ സിലിണ്ടർ ബ്ലോക്ക് ആൻഡ് സിലിണ്ടർ ഹെഡ് ഉണ്ട്, രണ്ടും സെപ്പറേറ്റ് യൂണിറ്റ്സ് ആണ്. അസംബിൾ ചെയ്ത് വെക്കുന്ന സെപ്പറേറ്റ് യൂണിറ്റ് ആണ്. സിലിണ്ടർ ഹെഡ്, ബ്രേക്ക് ഡ്രം ലൈനിങ്. ബ്രേക്ക് ഡ്രം നമുക്ക് ഡ്രം ബ്രേക്ക് നോക്കിയാൽ അതിൽ ബ്രേക്ക് ഡ്രമ്മിന്റെ ലൈനിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി. അണ്ടർഗ്രൗണ്ട് പൈപ്സ്, സെൻട്രിഫ്യൂഗൽ പമ്പ് പാർട്സ്. സെൻട്രിഫ്യൂഗൽ പമ്പ് പറയാം, നിങ്ങൾക്ക് വീട്ടിലുള്ളതൊക്കെ സെൻട്രിഫ്യൂഗൽ പമ്പ് ആയിരിക്കും, അതിന്റെ പാർട്സ് ഉണ്ടാക്കാൻ. ഇലക്ട്രിക് മോട്ടോർ ഫ്രെയിംസ്, സാനിറ്ററി വെയർ, മെഷീൻ ടൂൾ ബെഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ മെഷീൻ ടൂൾ ബെഡ്സ്. മെഷീൻ ടൂൾസ് പറയുമ്പോൾ നമുക്ക് ഷേപ്പർ മെഷീൻ വരാം, സ്ലോട്ടിംഗ് മെഷീൻ വരാം, മില്ലിംഗ് മെഷീൻ, ഈ മെഷീൻ ലേത്ത് മെഷീൻ, ഇതിനൊക്കെ മെഷീൻ ബെഡ്സ് are manufactured from this cast iron, generally cast iron or grey cast iron. General purpose machinery parts, household appliances, gear boxes, etc. ഇതൊക്കെയാണ് ഇതിന്റെ സ്പെസിഫിക് ആപ്ലിക്കേഷനിൽ വരുന്നത് ഗ്രേ കാസ്റ്റ് അയണിന്റെ. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് ഡക്റ്റൈൽ കാസ്റ്റ് അയൺ. ഡക്റ്റൈൽ കാസ്റ്റ് അയൺ എങ്ങനെ കിട്ടിയത്? ഞാൻ പറഞ്ഞു ഡക്റ്റൈൽ കാസ്റ്റ് അയൺ കിട്ടിയത് അങ്ങനെ സെക്കൻഡ് പാർട്ട് അല്ലേ? when we are adding certain alloying elements. ഏതൊക്കെ alloying elements ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കാസ്റ്റ് അയണിനെ ഡക്റ്റൈൽ ആക്കാൻ വേണ്ടി പറ്റുന്നത്? when magnesium or cerium is added in small quantities. അത് ഓർമ്മ വേണം, magnesium അല്ലെങ്കിൽ cerium. when magnesium or cerium is added in small quantities to grey cast iron in the molten condition, it will lead to a different microstructure on solidification. നമ്മളിപ്പോൾ നോക്കിയ ഗ്രേ കാസ്റ്റ് അയൺ when it is in the molten condition, we are adding small quantities of alloying element, magnesium or cerium, either of this. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് we will get a different microstructure after solidification. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഡക്റ്റൈൽ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. The carbon exists as graphite but in form of nodules or spheroids. അപ്പോൾ ഇതിൽ ഗ്രാഫൈറ്റ്, ആദ്യം നമ്മൾ ഗ്രേ കാസ്റ്റ് അയണിൽ എങ്ങനെയായിരുന്നു ഗ്രാഫൈറ്റ്? ഇറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ആസ് ഗ്രാഫൈറ്റ് ഫ്ലേക്സ് അല്ലെ? ദേ ആർ എക്സിസ്റ്റിംഗ് ആസ് ഗ്രാഫൈറ്റ് ഫ്ലേക്സ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡക്റ്റൈൽ കാസ്റ്റ് അയൺ ദേ ആർ സീൻ ആസ് സ്മോൾ സ്പിയർ ലൈക്ക് പാർട്ടിക്കിൾസ്. അതിനെ നമുക്ക് നോഡ്യൂൾസ് എന്ന് പറയാം, അതിനെ സ്പിറോയിഡ്സ് എന്ന് പറയാം. സോ ദ ഗ്രാഫൈറ്റ് ഈസ് അപ്പിയറിംഗ് ഇൻ ദ മെട്രിക്സ് ഇൻ ദ ഫോം ഓഫ് സ്പിയർ ലൈക്ക് പാർട്ടിക്കിൾസ്. ഇൻസ്റ്റെഡ് ഓഫ് ഫ്ലേക്സ് നമുക്കിവിടെ സ്പിയർ ലൈക്ക് പാർട്ടിക്കിൾസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ മൈക്രോസ്ട്രക്ചറാണ് താഴെ കാണിക്കുന്നത്.
സോ യു കൻ സി ഹിയർ എന്താണ് അങ്ങനെയാണെന്നുള്ളത് അതിൽ അല്ല സ്പിറോയിഡ്സ് ഷേപ്പിലാണല്ലോ അല്ലെങ്കിൽ സ്പിയർ ലൈക്ക് പാർട്ടിക്കിൾസ് ആയിട്ടാണ് കാണുന്നത്. This variant of cast iron is called ductile or nodular cast iron. So it is called ductile or it is also called nodular cast iron. They are also known as spheroidal graphite iron or SG iron. They are also known as spheroidal graphite iron. എക്സാമിന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതുപോലെ ആയിരിക്കും ചോദിക്കല്. What are the briefly explain about the composition, microstructure and different application of spheroidal graphite iron or SG iron ചോദിക്കും. അപ്പോൾ ഏതായതാണ്ടത് ഈ പറയുന്ന ഡക്റ്റൈൽ കാസ്റ്റ് അയൺ ആണ് എഴുതേണ്ടത്. ഡിപ്പെൻഡിങ് ഓൺ ദ കൂളിംഗ് റേറ്റ്, the surrounding matrix phase is either perlite or ferrite. നേരത്തെ പറഞ്ഞ കൂളിംഗ് റേറ്റ് അനുസരിച്ചിട്ട് സ്ലോ കൂളിംഗ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്താണ്, വി വിൽ ഗെറ്റ് ഫെറൈറ്റ് ഡക്റ്റൈൽ കാസ്റ്റ് അയൺ. ഇഫ് ഇറ്റ് ഈസ് എ മോഡറേറ്റ് കൂളിംഗ് വി വിൽ ഗെറ്റ് പേർലിറ്റിക് ഡക്റ്റൈൽ കാസ്റ്റ് അയൺ. പക്ഷെ നമ്മൾ എപ്പോഴും ഫാസ്റ്റ് കൂളിംഗിൽ നമുക്ക് എപ്പോഴും കിട്ടൽ എന്തായിരിക്കും, നമുക്ക് കിട്ടുന്നത് വൈറ്റ് കാസ്റ്റ് അയൺ ആയിരിക്കും. ഓക്കെ, അതിലേക്ക് വന്നില്ല, വൈറ്റ് കാസ്റ്റ് അയൺ ആയിരിക്കും എപ്പോഴും നമുക്ക് ഫാസ്റ്റ് കൂളിംഗിൽ കിട്ടല്. ഓക്കെ, മോഡറേറ്റ് ആൻഡ് സ്ലോ കൂളിംഗിലാണ് നമുക്ക് കിട്ടുന്നത് ഗ്രേ കാസ്റ്റ് അയൺ അല്ലെങ്കിൽ ഡക്റ്റൈൽ കാസ്റ്റ് അയൺ. അപ്പോൾ മോഡറേറ്റ് ആൻഡ് സ്ലോ കൂളിംഗ് അനുസരിച്ചിട്ട് ഇറ്റ് ക്യാൻ ബി എ പേർലിറ്റിക് ഡക്റ്റൈൽ കാസ്റ്റ് അയൺ ഓർ ഇറ്റ് ക്യാൻ ബി എ ഫെറിറ്റിക് ഡക്റ്റൈൽ കാസ്റ്റ് അയൺ റെസ്പെക്റ്റീവ്ലി. So again in gray cast iron, when we are adding alloying elements like magnesium or cerium during its melted condition or during its liquid molten condition, we will get a new microstructure which is called ductile cast iron or spheroidal graphite iron after solidification. Okay, depending on the cooling rate, okay, surrounding matrix can be either perlite or ferrite. A typical composition would be having 3 to 4.3% carbon, 1 to 3.5% silicon, 0.3 to 0.8% manganese, and 0.03% sulfur and 0.08% phosphorus. ഈ ഓരോ കോമ്പോസിഷൻ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് തന്നെ വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം കൺഫ്യൂസിങ് ആവാം, ഓൾമോസ്റ്റ് ഒരുപോലെ ആയിരിക്കും റേഞ്ച് ഒക്കെ എല്ലാ കാസ്റ്റ് അയൺസിലും ഉണ്ടാവുക. അല്ലെങ്കിൽ സ്റ്റീൽ നോക്കുമ്പോഴും ഒരുപാട് ഇതുപോലത്തെ കണ്ടൻസിൻ്റെ കോമ്പോസിഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, so these are the different composition of the ductile cast iron. മൈക്രോസ്ട്രക്ചർ നോക്കി എന്താണ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്. ഡക്റ്റൈൽ അയൺ ഈസ് സ്ട്രോങ്ങർ ആൻഡ് മച്ച് ഡക്റ്റൈൽ ദാൻ ഗ്രേ അയൺ. സോ കമ്പയർ ടു ഗ്രേ അയൺ അല്ലെ, ഗ്രേ അയണിലേക്ക് നമ്മൾ ഈ സീറിയം അല്ലെങ്കിൽ മഗ്നീഷ്യം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡക്റ്റൈൽ ഇടുന്നത്. സോ വി ആർ കമ്പയറിംഗ് ഇറ്റ് വിത്ത് ഗ്രേ കാസ്റ്റ് അയൺ. സോ കമ്പയറിംഗ് വിത്ത് ഗ്രേ കാസ്റ്റ് അയൺ, this ductile cast iron is they are stronger and are much ductile. They are stronger and they are much ductile. So in general, it is having mechanical properties comparable with steel. ഇതിന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ ഇത് സ്റ്റീലുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റീലുമായിട്ട് അടുത്ത് നിൽക്കുന്ന മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് ഡക്റ്റൈൽ കാസ്റ്റ് അയൺ ഉള്ളത്. ഓക്കെ, കാരണം വെച്ചാൽ സ്റ്റീൽ നോക്കിയാൽ സ്റ്റീലിനെക്കാളും കാർബൺ കണ്ടന്റ് കൂടിയ മെറ്റീരിയൽസ് ആണ് കാസ്റ്റ് അയൺ അല്ലേ. സോ കാസ്റ്റ് അയൺ വിൽ ബി സ്ട്രോങ്ങർ ആൻഡ് ഹാർഡർ ദാൻ സ്റ്റീൽ. സോ അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ അതിനനുസരിച്ച് മാറും. ബട്ട് ഡക്റ്റൈൽ കാസ്റ്റ് അയൺ എന്താ, നമ്മൾ ഈ അലോയിങ് എലമെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ഡക്റ്റൈലായി. സോ ഇറ്റ് വിൽ ഷോ എ ക്വാളിറ്റി similar to that of steel. It has superior wear resistance as compared to other cast irons. So wear resistance is one of the important properties, and it has got superior wear resistance when compared to other cast irons classified. Applications. Typical application of this material are for manufacturing parts used in automobiles. അപ്പോൾ നോക്കി കാസ്റ്റ് അയൺ പാർട്സ് ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ പാർട്സ് ആണ്. അത് ഓർമ്മ വെക്കുക എപ്പോഴും. ഓട്ടോമൊബൈൽ പാർട്സ് പറയുമ്പോൾ ഓട്ടോമൊബൈൽസ് അല്ലെങ്കിൽ മെഷീനറീസ് അല്ലെ. നമ്മൾ നോക്കി മെഷീനറീസ് പറയുമ്പോൾ അതിൽ പമ്പ്സ്, സെൻട്രിഫ്യൂഗൽ പമ്പ് നേരത്തെ പറഞ്ഞു. ഇവിടെ നോക്കിയ ഫാം മെഷീനറി, എർത്ത് മൂവിങ് മെഷീനറി, റോളിംഗ് മിൽ എക്യുപ്മെന്റ്സ് ആൻഡ് റോൾസ് അല്ലെ. നമ്മൾ ലേത്ത് ബെഡ്സ്, മെഷീൻ ടൂൾ ബെഡ്സ്. അപ്പോൾ മെഷീനറീസിലാണ് കാസ്റ്റ് അയണിന്റെ കൂടുതൽ അപ്ലിക്കേഷൻസ് വരുന്നത് ഇൻ മെഷീനറീസ്. ഓക്കെ, സോ ആ പോയിന്റ് ഓർത്ത് വെക്കാം. ഫെറിറ്റിക് ഡക്റ്റൈൽ കാസ്റ്റ് അയൺ ഈസ് യൂസ്ഡ് ഫോർ വാൾവ് ആൻഡ് പമ്പ് ബോഡീസ്, while perlitic ductile cast iron is used for crankshaft, gears, rollers, etc. So these all are the parts of engines. Engine അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ പാർട്സ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഫെറിറ്റിക് ഡക്റ്റൈൽ കാസ്റ്റ് അയൺ അതിൻ്റെതായ ആപ്ലിക്കേഷൻസ് ഉണ്ട്, perlitic ductile cast iron അതിൻ്റെതായ ആപ്ലിക്കേഷൻ ഉണ്ട്. Following a quench and temper treatment, the ductile cast iron can be called as martensitic ductile cast iron, which finds application in manufacture of gears and rollers. Okay. സോ ഈ ഡക്റ്റൈൽ കാസ്റ്റ് അയൺ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ക്വഞ്ച് ആൻഡ് ടെമ്പർ ട്രീറ്റ്മെന്റ്
നമുക്ക് ക്യാരി ഔട്ട് ചെയ്താൽ നമുക്ക് വീണ്ടും ആ ഡക്റ്റൈൽ കാസ്റ്റ് അയൺ നമുക്ക് അതിനെന്തായി കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിനുശേഷമുള്ള, അതായത് ഈ ക്വഞ്ച് ആൻഡ് ടെമ്പർ ട്രീറ്റ്മെന്റിന് ശേഷമുള്ള ഡക്റ്റൈൽ കാസ്റ്റ് അയൺ നമ്മൾ വിളിക്കുന്നതാണ് മാർട്ടൻസിറ്റിക് ഡക്റ്റൈൽ കാസ്റ്റ് അയൺ. ഇറ്റ്സ് കോൾഡ് മാർട്ടൻസിറ്റിക് ഡക്റ്റൈൽ കാസ്റ്റ് അയൺ. ഓക്കെ, കാരണം നമുക്കറിയാം ക്വഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, മാർട്ടൻസൈറ്റ് ആണ്. സോ again, if you are taking this ductile cast iron to a quench and temper process, we will get martensitic ductile cast iron, which finds its application in manufacturing of gears and rollers. So ഇതൊക്കെയാണ് ഇതിന്റെ applications, നമ്മളെ ductile cast iron applications വരുന്നത്. Then comes white cast iron. So നമ്മൾ grey cast iron നോക്കി, ഡക്റ്റൈൽ കാസ്റ്റ് അയൺ നോക്കി, ഇനി വൈറ്റ് കാസ്റ്റ് അയൺ. വൈറ്റ് കാസ്റ്റ് അയൺ എപ്പോഴാണ് കിട്ടിയത്, നിങ്ങൾ ഈ ഇതിന്റെ ഫിഗർ നോക്കാം, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അതിന്റെ ഫിഗർ നോക്കാം ഒന്നും കൂടെ. എവിടെയാണ് കിട്ടിയത് നമുക്ക് വൈറ്റ് കാസ്റ്റ് അയൺ? വിൽ ഗെറ്റ് വൈറ്റ് കാസ്റ്റ് അയൺ വെൻ വി ആർ ഗോയിങ് ഫോർ എ ഫാസ്റ്റ് കൂളിംഗ്, അല്ലെ? ഫാസ്റ്റ് കൂൾ ചെയ്യുമ്പോൾ നമുക്ക് വൈറ്റ് കാസ്റ്റ് അയൺ കിട്ടുന്നത്. കാസ്റ്റ് അയൺസ് കണ്ടെയ്നിങ് ലോവർ സിലിക്കൺ കണ്ടന്റ് അപ്പോൺ റാപ്പിഡ് കൂളിംഗ് റിസൾട്ട്സ് ഇൻ എ മൈക്രോസ്ട്രക്ചർ ഇൻ വിച്ച് മോസ്റ്റ് ഓഫ് ദ കാർബൺ എക്സിസ്റ്റ് ആസ് സിമെന്റൈറ്റ്. അപ്പോൾ ഫാസ്റ്റ് കൂൾ ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ് എന്താണ്? വൈറ്റ് കാസ്റ്റ് അയൺ. ഓക്കെ, സോ അതിലുള്ള സിലിക്കൺ കണ്ടന്റ്, ഇറ്റ് കണ്ടെയ്നിങ് ലോവർ സിലിക്കൺ കണ്ടന്റ് ആൻഡ് ആഫ്റ്റർ റാപ്പിഡ് കൂളിംഗ് ഇറ്റ് റിസൾട്ട്സ് ഇൻ എ മൈക്രോസ്ട്രക്ചർ ഇൻ വിച്ച് മോസ്റ്റ് ഓഫ് ദ കാർബൺ എക്സിസ്റ്റ് ആസ് സിമെന്റൈറ്റ്. അപ്പോൾ നമുക്കറിയാം ഫാസ്റ്റ് കൂൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഹാർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് കിട്ടുക, അല്ലെ? ഫാസ്റ്റ് കൂൾ ചെയ്യുമ്പോൾ നമുക്ക് ഹാർഡ് മെറ്റീരിയൽ കിട്ടും. നമുക്കറിയാം നമ്മൾ സ്റ്റീലൊക്കെ ക്വഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ എന്താണ്? മാർട്ടൻസൈറ്റ് ആണ്, അല്ലെ? അപ്പോൾ എപ്പോഴും ഫാസ്റ്റ് കൂളിംഗ് റേറ്റ് നമ്മൾ കൂടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫാസ്റ്റ് കൂൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എപ്പോഴും ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ്. ഹിയർ ഓൾസോ വൈറ്റ് കാസ്റ്റ് ആണ് നമുക്ക് അങ്ങനെ കിട്ടുന്നത് ഫാസ്റ്റ് കൂളിംഗ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്, അല്ലെ? സോ വി വിൽ ഗെറ്റ് വൈറ്റ് കാസ്റ്റ് ആൻഡ് the white cast iron after cooling or after fast cooling, we will get the carbon will exist in the form of cementite. But in the case of a gray cast iron and a ductile cast iron, the carbon exists in the form of graphite flakes or graphite nodules, അല്ലെ? ഗ്രേ കാസ്റ്റ് അയൺ എന്തെങ്ങനെയുണ്ടത്? കാർബൺ ഇൻ ദ ഫോം ഓഫ് ഗ്രാഫൈറ്റ് ഫ്ലേക്സ്. ഡക്റ്റൈൽ കാസ്റ്റ് അയൺ എങ്ങനെയുണ്ടത്? ഇൻ ദ ഫോം ഓഫ് ഗ്രാഫൈറ്റ്, അല്ലെ, സ്പിയേഴ്സ്. But in white cast iron it appears in the form of, or carbon exists in the form of cementite. Cementite നമുക്കറിയാം അയണിന്റെ കാർബൈഡ് ആണ്. It is one of the strongest substance. So the white cast iron will be is the hardest among the cast irons. The fracture surface of this alloy has a white appearance and thus it is called white cast iron. നമ്മൾ അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ you can see a white surface. It will show a white colored appearance, hence the name white cast iron. Composition of a typical white cast iron would be 2 to 3.5% carbon. 2 to 3.5. ഞാൻ പറഞ്ഞു കാർബണിന്റെ കൊമേഴ്ഷ്യൽ റേഞ്ച് പറയുന്ന അല്ലെ ഒരു 2.5 to 4 അല്ലെങ്കിൽ ആ ഒരു റീജിയൺ ആണ്. ഈവൻ തോ 2 to 6.67 ഉണ്ടെങ്കിലും നമ്മളൊരു കൊമേഴ്ഷ്യൽ റേഞ്ച് പറയുന്നത് ആ 3 to 4.5 ആണ്. ബട്ട് വൈറ്റ് കാസ്റ്റ് അയണിന്റെ റേഞ്ച് പറയുന്നത് എത്രയാണ്? എത്ര കാർബൺ കണ്ടന്റ് ഉണ്ടാവും? 2 to 3.5% കാർബൺ, 0.5 to 1.3% സിലിക്കൺ. Lower silicon content when compared to other cast irons. 0.2 to 0.8% manganese, 0.18% sulfur and 0.1% phosphorus. ഇതാണ് അതിന്റെ കോമ്പോസിഷൻ, അതിന്റെ മൈക്രോ സ്ട്രക്ചർ നമ്മൾ നോക്കിയാൽ. അപ്പോൾ കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഈ കാർബൺ കണ്ടന്റും ഇൻഡിവിജ്വൽ അലോയിങ് എലമെന്റ്സിന്റെ പെർസെൻറ്റേജും ആണ്. മൈക്രോ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താ എഴുതേണ്ടത്? അതിൽ എങ്ങനെയാണ് ഈ കാർബൺ അടങ്ങിയിട്ടുള്ളത്? അത് ഗ്രാഫൈറ്റ് ഫ്ലേക്സ് ആയിട്ടാണോ, അത് നോഡുലാർ രൂപത്തിലാണോ, അതിന്റെ കളർ എന്താണ്, അതിന്റെ അപ്പിയറൻസ് എന്താണ്? ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. അതിന് ഫിഗറും വരക്കേണ്ടി വരും, ആ സ്പിയറിന്റെ ഫിഗറും വരക്കേണ്ടി വരും. ഇപ്പോൾ കാണിക്കുന്നത് ഓക്കെ, ഈ ഫിഗർ നിങ്ങൾ വരക്കേണ്ടി വരും. വൈറ്റ് കാസ്റ്റ് ആണ് നമുക്കിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. വൈറ്റ് കാസ്റ്റ് ആണിൽ നിങ്ങൾക്കറിയാം അത് വൈറ്റ് കളേർഡ് ആയിട്ടാണ് കാണിക്കുന്നത്. എങ്ങനെയാണ് അതിന്റെ അപ്പിയറൻസ്? നേരത്തെ കാണിച്ച ഗ്രാഫൈറ്റ് ഫ്ലേക്സ് പോലെ അല്ല. ഓക്കെ, okay, next is properties and application. White cast iron properties and application ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. Due to the presence of large amount of cementite, white cast iron we will get white cast iron after whenever we are going for a fast cooling. So carbon exists in the form of cementite. So due to this presence of large amount of cementite, the white cast iron is very hard and brittle. So white cast iron will be very hard and brittle. Okay. Also, it is having good wear resistance, high compressive strength. High compressive strength cast iron general property ആണ്, അല്ലെ? High wear resistance,
Also, it is having good, and it is difficult to machine. Okay, so it is very hard. It is the hardest among the cast iron, so it is difficult to machine. And its usage is also very limited. So its usage is very limited. Limited usage മാത്രമേ ഉള്ളൂ. That too to specific applications. It is used for components requiring higher wear and abrasion resistance, pump liners, rollers for rolling mills, etc. Used also for the production of malleable cast iron. അപ്പോൾ നോക്കി അതിന്റെ അപ്ലിക്കേഷൻ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇത് സിമെന്റൈറ്റ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ഹാർഡസ്റ്റ് among the cast irons. It has got limited applications and that too they have got only specific applications. അല്ല എവിടെയൊക്കെയാണ് ഹൈ വെയർ റെസിസ്റ്റൻസ് ആവശ്യമുള്ള സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ലൈക്ക് ഹൈ വെയർ ആൻഡ് അബ്രഷൻ റെസിസ്റ്റൻസ് ആവശ്യമുള്ള സ്ഥലത്ത് പമ്പ് ലൈനേഴ്സ്, റോളേഴ്സ് ആൻഡ് റോളിംഗ് മിൽസ്. ഇപ്പോൾ റോളിംഗ് മിൽസ് ഒക്കെ അല്ല, ഇപ്പോൾ റോളിംഗ് മിൽസിൽ എന്താ ചെയ്യുന്നത്? രണ്ട് റോളേഴ്സിന്റെ ഇടയിൽ കൂടി നമ്മൾ എന്താണ് നമ്മളെ മെറ്റലിനെ നമ്മൾ ഷീറ്റ് രൂപത്തിലേക്ക് എടുക്കുകയാണ് റോളേഴ്സിൽ ചെയ്യുന്നത് അല്ല. റോളിംഗ് മിൽസിന്റെ മെറ്റീരിയൽ ഇറ്റ് ഷുഡ് ബി വെരി ഹാർഡ് അല്ലെ. റോളിംഗ് മിൽസിന്റെ ആ റോളേഴ്സ് ഹാർഡസ്റ്റ് ആയിരിക്കണം. ഓക്കെ, അതിന് വേറെ ടയർ വരരുത്, അതിൽ വേറെ രീതിയിലുള്ള ലോവർ സ്ട്രെങ്ത് ആവരുത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ വൈറ്റ് കാസ്റ്റ് ആണ്. അഗെയിൻ ഇറ്റ് ഈസ് യൂസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് മാലബിൾ കാസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു നാലാമത്തെ ഒരു ടൈപ്പ് കൂടി ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലേ, ദാറ്റ് ഈസ് കോൾഡ് മാലബിൾ കാസ്റ്റ് ആണ്. അപ്പൊ മാലബിൾ കാസ്റ്റ് ആണ് നമ്മൾ ഫർദർ വൈറ്റ് കാസ്റ്റ് ആണ് പിന്നെയും നമ്മൾ മാലബിലൈസേഷൻ എന്നുള്ള ഒരു പ്രോസസ്സിന് ശേഷം നമുക്ക് ഈ പറയുന്ന മാലബിൾ കാസ്റ്റ് ആണ് കിട്ടുന്നത്. നോക്കാം മാലബിൾ കാസ്റ്റ് ആണ്. Malleable cast iron or malleable iron castings are produced from white iron castings. Malleable cast iron നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? വൈറ്റ് അയൺ കാസ്റ്റിംഗ്സ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. Malleable iron we are getting it from white iron castings. Using a heat treatment process known as malleabilization. Using a heat treatment process known as malleabilization. The white iron is heated above 700 degrees Celsius. The white iron is heated above 700 degrees Celsius and held at this temperature a long period of time and then cooled. അപ്പോൾ ഓൾറെഡി നമുക്ക് വൈറ്റ് അയൺ കിട്ടിയത് എങ്ങനെയാണ്? ആഫ്റ്റർ ഫാസ്റ്റ് കൂളിംഗ്. So what we are doing, again we are heating this white iron to about above 700 degrees Celsius and we are holding it there for this temperature for a longer period. After that we are cooling it. So during this process, cementite in white iron decomposes into graphitic carbon in the shape of irregular shaped globules or rosettes. Okay, അപ്പോൾ അവിടെ എന്താണ് സിമെന്റേറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? നമുക്ക് ഇതുപോലത്തെ റോസെറ്റ്സ് അല്ലെങ്കിൽ ഗ്ലോബ്യൂൾസ് രൂപത്തിലാണ് നമുക്ക് സിമെന്റേറ്റ് അതിൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, ദ മെട്രിക്സ് ഈസ് എയ്തർ പേർലിറ്റിക് ഓർ ഫെറൈറ്റ് ഡിപ്പെൻഡ് ഓൺ ദ കൂളിംഗ് റേറ്റ്. അഗെയിൻ നമ്മൾ ഈ മാലബിലൈസേഷൻ പ്രോസസ് നമുക്കതിനെ മോഡറേറ്റ് കൂൾ ചെയ്യാം അല്ലെങ്കിൽ നമുക്കതിന് സ്ലോ കൂൾ ചെയ്യാം. അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് റേറ്റ് ഓഫ് കൂളിംഗ്. അഗെയിൻ അത് പേർലിറ്റിക് അല്ലെങ്കിൽ ഫെററ്റിക് കാസ്റ്റ് ചെയ്യാൻ ആവാം. പേർലിറ്റിക് മാലബിൾ കാസ്റ്റ് ചെയ്യാൻ ആവാം അല്ലെങ്കിൽ ferritic malleable cast iron ആവാം. So the microstructure is similar to that of ductile cast iron. അല്ല, ductile cast iron എങ്ങനെയാണ്? സ്ഫിറോയിഡ്സ് അല്ലെ, സ്ഫിറോയിഡ്സ് അല്ലെങ്കിൽ ഗ്ലോബ്യൂൾസ് രൂപത്തിലാണ് ഗ്രാഫൈറ്റ്സ് ഉണ്ടായത്. ബട്ട് ഹിയർ ദ സിമെന്റേറ്റ് അപ്പിയേഴ്സ് ഇൻ ദ ഫോം ഓഫ് ഗ്ലോബ്യൂൾസ് ഓർ റോസെറ്റ്സ്. ഗ്ലോബ്യൂൾസ് ഓർ റോസെറ്റ്സ് പറഞ്ഞാൽ അതുപോലെ സ്ഫെരിക്കൽ ഷേപ്പ് അല്ല, എന്നാൽ ഓൾമോസ്റ്റ് നമ്മൾ കാണുമ്പോൾ സ്ഫെരിക്കൽ വ്യൂ ആയിരിക്കും. അതൊരു ട്രയാങ്കിൾ, ഒക്ടഗണൽ, ഹെക്സഗണൽ ഷേപ്പ് പോലത്തെ സാധനമാണ് റോസെറ്റ്സ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് അതിൽ പേർലിറ്റിക് ആവാം ഇഫ് ഇറ്റ് ഈസ് മോഡറേറ്റ് കൂളിംഗ്. ഇഫ് ഇറ്റ് ഈസ് ലോ കൂളിംഗ് വി വിൽ ഗെറ്റ് ഫെററ്റിക് മാലബിൾ കാസ്റ്റ് അയൺ. ഇതാണ് കാസ്റ്റ് അയൺ അല്ല മാലബിൾ കാസ്റ്റ് അയണിന്റെ കോമ്പോസിഷൻ ആൻഡ് മൈക്രോ സ്ട്രക്ചർ. സി വൈറ്റ് കാസ്റ്റ് അയൺ അല്ലെ, ആഫ്റ്റർ മാലബിലൈസേഷൻ പ്രോസസ് ദാറ്റ് ഈസ് reheat and hold above 700 degrees Celsius for more than 30 hours, a longer period of time, we will get two types of. First one is pearlitic malleable cast iron and second one is ferritic malleable cast iron. So we are taking it for a fast or a moderate cooling, we will get a pearlitic malleable cast iron. We are going for a slow cooling, we will get a ferritic malleable cast iron. അപ്പോൾ അതാണ് മൈക്രോ സ്ട്രക്ചർ ഇവിടെ കാണിക്കുന്നുള്ളത്. അപ്പോൾ മൈക്രോ സ്ട്രക്ചർ നിങ്ങൾ എക്സാമിന് ചോദിച്ചാൽ അത് വരക്കേണ്ടി വരും. ഈ കാണുന്ന സെക്കൻഡ് ഫിഗർ നിങ്ങൾ വരക്കേണ്ടി വരും. ഓക്കെ, ഈ ഒരു ഫിഗർ നിങ്ങൾ വരക്കേണ്ടി വരും എക്സാമിന്, ഏതാണോ കാസ്റ്റ് ആ കാസ്റ്റ്. Properties. Malleable cast iron possesses good combination of physical, mechanical, engineering properties. It is having high strength compared to white gray cast iron, better vibration and wear resistance, and not brittle as gray or white cast iron. Not brittle as gray or white cast iron. So, അപ്പോൾ നോക്കിയേ, നമുക്കിപ്പോൾ കാണുന്ന ഈ കാസ്റ്റ് അയണിന് മാലബിൾ കാസ്റ്റ് അയൺ അതിൻ്റെതായ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇറ്റ് ഈസ് ഹാവിംഗ് ഹൈ സ്ട്രെങ്ത് വെൻ കമ്പയർഡ് ടു വൈറ്റ് ആൻഡ് ഗ്രേ കാസ്റ്റ് അയൺ.
better vibration ability, damping ability, vibration absorption ability, better wear resistance, and they are not brittle as grey or white iron. നമുക്ക് എപ്പോഴും ബ്രിട്ടിൽനെസ് കുറവാണ് വേണ്ടത് അല്ലേ. ഇപ്പോൾ വൈറ്റ് ആൻഡ് ഗ്രേ അയണിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും നല്ല ബെറ്റർ പ്രോപ്പർട്ടിയാണ് നമുക്ക് മാലബിൾ കാസ്റ്റ് അയൺ ഉള്ളത്. By proper control of heat treatment and microstructure, wide range of property can be obtained. See, അപ്പോൾ എപ്പോഴും ഇതിന്റെ പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാണല്ലേ, അലോയിങ് എലമെന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അലോയിങ് എലമെന്റ്സ് നമുക്ക് ഡിഫറെന്റ് കോമ്പോസിഷനിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഹീറ്റ് ട്രീറ്റ്മെന്റിനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലേ. സോ ബൈ പ്രോപ്പർ കൺട്രോൾ ഓഫ് ദി ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ആൻഡ് ദ മൈക്രോസ്ട്രക്ചർ, by proper control of heat treatment and microstructure, wide range of property can be obtained. Okay, ഹീറ്റ് ട്രീറ്റ്മെന്റ് നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെന്റ് മൈക്രോസ്ട്രക്ചർ കിട്ടും. ഡിഫറെന്റ് മൈക്രോസ്ട്രക്ചർ അനുസരിച്ച് നമുക്ക് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഒബ്റ്റെയിൻ ചെയ്യാം. ആപ്ലിക്കേഷൻ കഴിഞ്ഞ് നമുക്ക് ഇന്നത്തെ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. These castings are widely used in automobiles. See, automobile തന്നെയാണ് ഇതിന്റെ application വരുന്നത്. Electrical and railway industries due to good combination of properties such as strength, ductility, wear resistance and machinability. റെയിൽവേ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോൾ അതിനെന്താണ്, ഇതിന് ഡക്ടിലിറ്റി ഉണ്ട്, മെഷീനബിലിറ്റി ഒക്കെ superior to other white and grey cast iron. Ferritic malleable cast iron is used in annealed condition for general engineering applications, while pearlitic malleable cast iron is used in a cast condition for the same purpose. So ferritic cast iron യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ annealed conditionലാണ് ഉപയോഗിക്കുന്നത്. annealing പ്രോസസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതിൽ റീകവറി, റീക്രിസ്റ്റലൈസേഷൻ, ഗ്രെയിൻ ഗ്രോത്ത് ഒക്കെ വരുന്നുണ്ടല്ലേ. annealing പ്രോസസ്, ട്രീറ്റ്മെന്റ് പ്രോസസ്സിന് ശേഷം നമ്മൾ ferritic malleable cast iron യൂസ് ചെയ്യുന്നത്. Following a quench and temper treatment, martensitic malleable cast iron can be used for connecting rods. So connecting rod, അതായത് എഞ്ചിന്റെ കണക്ടിംഗ് റോഡ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ ഈ കാസ്റ്റ് അയൺ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ആഫ്റ്റർ എ ക്വെഞ്ച് ആൻഡ് ടെമ്പർ ട്രീറ്റ്മെന്റിന് ശേഷം നമ്മൾ ഈ കണക്ടിംഗ് റോഡായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കിട്ടുന്നത് എന്തായിരിക്കും, മാർട്ടൻസിറ്റിക് മാലബിൾ കാസ്റ്റ് അയൺ ആണ്. അതർ ആപ്ലിക്കേഷൻസ് ലൈക്ക് ക്യാം ഷാഫ്റ്റ്, ക്രാങ്ക് ഷാഫ്റ്റ്, ഹൗസിംഗ്സ്, അഗ്രികൾച്ചർ ആൻഡ് എർത്ത് മൂവിംഗ് മെഷീനറി പാർട്സ്, ഇതിലൊക്കെ നമ്മൾ ഈ ടൈപ്പ് ഓഫ് കാസ്റ്റ് അയൺ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയാണ് ഉള്ളത്. അടുത്ത ഹവർ തന്നെ നമുക്ക് ബാക്കി നോക്കാം. ഒന്ന് അറ്റൻഡൻസ് പെട്ടെന്ന് പറഞ്ഞാലോ. ആകാശ് കെ എം, സർ പ്രസന്റ് സർ. അഖിൽ സർ. അമിത് പ്രസന്റ് സർ.